إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ അല്പം ഇടവേളയ്ക്ക് ശേഷമാണ് ഖുലഫാഉർ റാഷിദൂൻ എന്ന വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നത്. റമദാനിന് ശേഷം തുടർച്ചയായി ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുവാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ടതും ലളിതവുമായ ചെറിയൊരു ഗ്രന്ഥം നമ്മൾ പഠിക്കുകയുണ്ടായി. മദ്ഹബിന്റെ അയിമ്മത്തുകളിൽ പ്രമുഖനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് സുന്നയാണ് നമ്മൾ പഠിക്കുകയുണ്ടായത്. ഇന്ന് നമ്മളുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ പറയുവാനും ഗ്രഹിക്കുവാനും പ്രചരിപ്പിക്കുവാനും നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുലഫാഉർ റാഷിദുകളിൽ മൂന്നാം സ്ഥാനക്കാരനായ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ആരംഭിക്കുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ വികൃതമാക്കപ്പെട്ട ചരിത്രം ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ട സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പുത്രിമാരെ ഒരാളുടെ മരണശേഷം അടുത്തവർ എന്ന രൂപത്തിൽ വിവാഹം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പുത്രിയെ വിവാഹം ചെയ്ത മരുമകനാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്ത ജൂദായിസത്തിന്റെ ആളുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി എമ്പാടും കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവയിൽ പലതും ജനങ്ങൾക്കിടയിൽ വ്യാപകമാണ്. അതിന്റെ സ്വാധീനം ഇന്നും മുസ്ലിം ഉമ്മത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ അവർ തരക്കേടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു വയസ്സായ ഒരു വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന നരച്ച ആജ്ഞാശേഷിയില്ലാത്ത ഇസ്ലാമിക ഖിലാഫത്തിനെ അവസാന കാലഘട്ടത്തിൽ ഏറ്റെടുത്ത് കൊണ്ടു നടക്കാൻ പറ്റാതെ അവസാനം സ്വയം കൊല്ലപ്പെട്ടവൻ എന്ന ഒരു പ്രതിച്ഛായയാണ് അദ്ദേഹത്തിന് പലപ്പോഴും മുസ്ലിങ്ങളുടെ പല ആളുകളുടെയും മനസ്സിലുള്ളത്. യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കാത്തതുകൊണ്ടും അസത്യത്തിന്റെ വാക്താക്കളുടെ പ്രചാരണത്തിൽ വഞ്ചിതരായതുകൊണ്ടുമാണ് അങ്ങനെയുള്ള ചിത്രം ലഭിക്കുന്നത്. അതല്ലെങ്കിൽ അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാർ പറയാറുണ്ടായിരുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉള്ള സഹാബിമാർ പറയാറുണ്ടായിരുന്നു, കുന്നാ നഖൂലു വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, അബൂബക്കർ വ ഉമർ സുമ്മ ഉസ്മാൻ. ഞങ്ങൾ പറയാറുണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾ അബൂബക്കറും ഉമറും ഉസ്മാനുമാണ്. പിന്നീട് ഞങ്ങൾ ഒരു സഹാബിയെയും എണ്ണി പറയാറുണ്ടായിരുന്നില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ ആ വാക്ക് കേൾക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തിരുത്താറുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ സഹാബിമാരുൾപ്പെടെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ ആണ് എന്ത്? അബൂബക്കറിനും ഉമറിനും ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഉസ്മാനാണ് എന്ന് തർക്കമില്ലാത്ത കാര്യം. എന്തുകൊണ്ട് അലിയാരെ ആ കൂട്ടത്തിൽ എണ്ണിയിട്ടില്ല? നമുക്ക് ചരിത്രം പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ജീവിതകാലത്ത് അലി റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗമന കാലത്ത് അദ്ദേഹം ബാലനാണ്, ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടിയല്ല, ശിശുവല്ല, ബാലൻ എന്ന് നമ്മൾ പറയുമ്പോൾ ആ അർത്ഥത്തിലുള്ള യുവത്വത്തിലേക്ക് പ്രവേശിക്കാത്ത 10 താഴെ വയസ്സുള്ള ചെറു ബാലനാണ് അദ്ദേഹം. പയ്യൻ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അത് പിന്നെ പ്രശ്നമാവും. ബാലൻ എന്ന് പറഞ്ഞാലും പ്രശ്നമാവുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലാവുന്നത്. അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ മുതിർന്നവരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ അവരെണ്ണാറുണ്ടായിരുന്നില്ല. പിന്നീട് അവരുടെ കാലശേഷം അദ്ദേഹമായിരുന്നു ഏറ്റവും ശ്രേഷ്ഠൻ. അതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തിനെ ഖലീഫയാക്കുകയും സഹാബിമാർ അദ്ദേഹത്തിനെ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം വന്ന ആളുകൾ അവരുടെ കൂട്ടത്തിൽ നടന്ന ദുഷ്പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അലി റളിയല്ലാഹു അൻഹുവിനാണ് ഇവരെക്കാളുമൊക്കെ ശ്രേഷ്ഠത എന്ന ചിന്താഗതി വ്യാപിക്കാൻ തുടങ്ങിയത്. അങ്ങനെയുള്ള ചിന്താഗതിക്കാരുടെ പേരാണ് ഷിയ. അതായത് അലി റളിയല്ലാഹു അൻഹുവിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാളും പ്രാധാന്യം നൽകുന്നവർ. അവരാണ് ആര്? ഷിയാക്കൾ. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന് 2 ഷെയ്ഖുമാരെക്കാളും പ്രാധാന്യം നൽകുന്നവരോ? അവരുടെ കാര്യം കട്ടപ്പുകയാണ്. റാഫിദികളാണ് അവര്. ഷിയായിസ് എന്ന് പറയുന്നത്, അലിയുടെ പക്ഷക്കാരെന്ന് പറയുന്നത് അന്ന് ഒന്നുകിൽ ഉസ്മാനും അലിയും ഒരേ പദവിക്കാരാണ്, അതല്ലെങ്കിൽ ഉസ്മാനിനേക്കാളും അലിക്കാണ് പദവി എന്ന് വാദിച്ച ആളുകളാണ്. എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആ പേരിൽ അറിയപ്പെടുന്ന ആളുകൾ ഷിയാക്കളല്ല, അവർ റാഫിദികളാണ്. റാഫിദികളുടെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഇത്നാശരികൾ. ലോകം നിയന്ത്രിക്കേണ്ടതും നിയന്ത്രിക്കുന്നതും 12 ഇമാമുമാരാണ്. അതിൽ അവസാനത്തെ ഇമാമ് ഒരു ഗുഹയിലൂടെ പോയതാണ്. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. ആ ഇമാമ് മടങ്ങി വന്നതിന് ശേഷം ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവരുടെ പിന്മുറക്കാരാണ് ഇന്ന് ലോകത്തെ ഏറ്റവും ഫിത്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇറാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റാഫിദിയാക്കൾ. അതിലെ ഇസ്നാശരി വിഭാഗക്കാരാണ്. 12 ഇസ്നാശർ എന്ന് പറഞ്ഞാൽ 12 എന്നാണ്. 12 ഇമാമുമാര് ആണ് ഖലീഫമാരായിട്ടുള്ളത്. അവസാനത്തെ ഇമാമ് ചെറിയ കുട്ടിയായപ്പോൾ കളിച്ച് അദ്ദേഹം ഏതോ ഒരു ഗുഹയിലേക്ക് പ്രവേശിച്ചതാണ്. ഇനി അദ്ദേഹം ഗുഹയിൽ നിന്ന് തിരിച്ചു വന്ന് ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കും. അതുവരെ ജുമാ നടത്താൻ പാടില്ല, പെരുന്നാൾ ആഘോഷിക്കാൻ പാടില്ല, ഹജ്ജ് നിർവഹിക്കാൻ പാടില്ല എന്നൊക്കെയായിരുന്നു അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവരെ പുനരുദ്ധരിപ്പിക്കാൻ വേണ്ടി ഫ്രാൻസിന്റെ സഹായത്തോടുകൂടി അലി ഖുമൈനി രംഗപ്രവേശനം ചെയ്യുകയും അദ്ദേഹം ഫ്രാൻസിൽ നിന്ന് വരുന്ന ഫോട്ടോയ്ക്ക് ലഭ്യമാണ്. അദ്ദേഹം നല്ല മിന്നിത്തിളങ്ങുന്ന മുഖം, മുഖത്തൊരു രോമം പോലും ഇല്ലാതെയാണ് അദ്ദേഹം ഫ്രാൻസിൽ നിന്ന് ഇറാൻ വിപ്ലവശേഷം അവിടെ ഇറങ്ങി അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ആയത്തുള്ള, റൂഹുള്ള, അങ്ങനെ കുറെ എന്ന പേരിലാണ്. ഏതായിരുന്നാലും ആ കാരണം കൊണ്ടൊക്കെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വികൃതമാക്കപ്പെട്ടിട്ടുള്ളത്. അത്തരം ആളുകളിൽ പലർക്കും സാഹിത്യത്തിലും അതേപോലെ തന്നെ അദബിലുമൊക്കെ നല്ല കഴിവുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവർ പാടിയും പറഞ്ഞുമൊക്കെ അലി റളിയല്ലാഹു അൻഹുവിനെ വാഴ്ത്തി പറയാൻ എന്ന പേരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഇകഴ്ത്തി പറയുക എന്ന ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് അവർ അത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്താറുള്ളത്. ഏതായിരുന്നാലും നമ്മൾക്ക് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ശരിയായ ചരിത്രത്തിന്റെയും വെളിച്ചത്തിൽ നമ്മുടെ നേതാവ് സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ശരിയ രൂപത്തിൽ ഇന്നു മുതൽ പഠിക്കാൻ ആരംഭിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒന്നാമതായി അദ്ദേഹത്തിന്റെ പേര് ഉസ്മാൻ, അത് അറിയപ്പെട്ട പേര് തന്നെയാണ്. ജാഹിലിയ കാലത്തും ആ പേര് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ശിർക്കിയായ പേരല്ലാത്തത് കൊണ്ട് തന്നെ മാറ്റേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ, പിതാവിന്റെ പേര് അഫ്ഫാനാണ്. അദ്ദേഹത്തിന്റെ തറവാട് യഥാർത്ഥത്തിൽ ബനു അബ്ദുഷംസ് ഗോത്രക്കാരനാണ് അദ്ദേഹം. ഖുറൈശികൾ ഒരുപാട് വിഭാഗക്കാരുണ്ട്. അറേബ്യയിലെ ഏറ്റവും ശ്രേഷ്ഠമായ തറവാട്
അതല്ലെങ്കിൽ അറേബ്യയുടെ തന്നെയല്ല, ലോകത്ത് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഗോത്രം ഏതാണ്? ഖുറൈശികളാണ്. അത് സഹിയായ ഹദീസിലൂടെ വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൽ നിന്ന് ഇസ്മായിലിയുടെ മക്കളെ തെരഞ്ഞെടുത്തു, അവരിൽ നിന്ന് ഖുറൈശികളെ തെരഞ്ഞെടുത്തു, ഖുറൈശികളിൽ നിന്ന് ഹാഷിമികളെ തെരഞ്ഞെടുത്തു. വഖ്താറനി മിൻ ബനി ഹാഷിം, ബനി ഹാഷിമിൽ നിന്ന് എന്നെ അല്ലാഹു തെരഞ്ഞെടുത്തു. അപ്പോൾ എല്ലാ തറവാടുകളെയും ഒരുപോലെയല്ല. ചില ആളുകൾക്ക് ശ്രേഷ്ഠത ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ ആളുകൾ മോശക്കാരാണ് എന്ന അർത്ഥത്തിലല്ല. അവരാണ് ഏറ്റവും അഫ്ദലായ തറവാട്ടുകാർ. ഖുറൈശികൾ, അറബികളെ മുഴുവൻ ഭരിക്കാനുള്ള കഴിവും തന്റെ ഇടവും ഉണ്ടായിരുന്നത് ഖുറൈശികൾക്കായിരുന്നു. ആ ഖുറൈശികൾ പല നിലക്കാരായിരുന്നു. അതിലേറ്റവും ശ്രേഷ്ഠമായത് നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗോത്രമായ ബനു അബ്ദു മനാഫിലെ ബനു ഹാഷിമാണ്. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത് ബനു അബ്ദു മനാഫിൽ തന്നെ ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാലാമത്തെ പ്രപിതാവായ ബനു അബ്ദു മനാഫിന്റെ മക്കളിൽ തന്നെയുള്ള ബനു അബ്ദു ഷംസിലാണ്. അബ്ദു ഷംസ് ഗോത്രക്കാരനാണ്. അബിഷമികൾ എന്നാണ് അവരെ ചുരുക്കി പറയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബും ഒക്കെ കുറെ അപ്പുറത്താണ്, കുറെ ദൂരെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 7, 8 ഒക്കെ പിതാമഹന്മാരിലാണ് അവരെല്ലാം എത്തിച്ചേരുന്നത്. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാലാമത്തെ പിതാമഹനായ അബ്ദു മനാഫിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിക്കുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അഫ്ഫാൻ, ഇബ്നു അബിൽ ആസ്, ഇബ്നു ഉമയ്യ, ഇബ്നു അബ്ദു ഷംസ്, ഇബ്നു അബ്ദു മനാഫ്, അബ്ദു മനാഫിന്റെ മകൻ അബ്ദു ഷംസ്. അവരിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി പിതാവിൽ ഒത്തുചേരുന്നത്. ഇബ്നു ഖുസയ്യ് ഇബ്നു കിലാബ്, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ്. ഇബ്നു മുറ ഇബ്നു കഅബ്, ഈ കഅബിലാണ്, മുറ ഇബ്നു കഅബിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടിച്ചേരുന്നത്. ഇബ്നു ലുഅയ് ഇബ്നു ഗാലിബ്, കഅബ് ഇബ്നു ലുഅയ്യിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ തറവാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നിച്ചു ചേരുന്നത്. ഇബ്നു ലുഅയ് ഇബ്നു ഗാലിബ് ഇബ്നു ഫിഹർ, ഫിഹർ ഇബ്നു മാലിക്, ഇതാണ് ഖുറൈശ് എന്ന പേരിൽ പിൽക്കാലത്ത് പ്രസിദ്ധനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹൻ എന്ന് പറയപ്പെടുന്നു. മറ്റ് പേരുകളും അഭിപ്രായങ്ങളും ആ വിഷയത്തിലുണ്ട്. അങ്ങനെ അദ്ദേഹം എത്തിച്ചേരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അറബികളുടെയും പിതാവായ ഇസ്മായിൽ അലൈഹിസ്സലാമിലേക്കാണ്. അത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ്. അവിടുന്ന് അങ്ങോട്ട് ഉള്ള പിതാമഹന്മാരുടെ കാര്യത്തിലാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം നസബുകൾ പഠിക്കുക, അറബികൾ പ്രത്യേകിച്ച്, ഇന്നൊരു പക്ഷേ ജീവിച്ചിരിക്കുന്ന അറബികൾ അത്ര അതിൽ വിൽപ്പത്തിയുള്ള ആളുകളായിക്കൊള്ളുന്നില്ല. പക്ഷേ പഴയ കാലത്ത് അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേര്, അവരുടെ പഞ്ചായത്ത്, നമ്മളൊക്കെ പഠിക്കാറുള്ള പഞ്ചായത്ത്, താലൂക്ക്, ഇതൊക്കെ ആർക്കെങ്കിലും തെറ്റാറുണ്ടോ? ഈ രൂപത്തിൽ അവർക്ക് തിരിച്ചറിയാനുള്ള അവരുടെ ഐഡന്റിറ്റി ആയിരുന്നു എന്ത്? ഇന്ന ഗോത്രത്തിലെ ഇന്ന വിഭാഗക്കാരൻ എന്ന പേര്. നമ്മൾ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ, കോഴിക്കോട് ജില്ലയിലെ ഇന്ന താലൂക്കിലെ, ഇന്ന പഞ്ചായത്തിലെ, ഇന്ന വാർഡിലെ, ഇന്ന പ്രദേശത്തുകാരൻ എന്ന് പറയും പോലെ അവർ മനപ്പാടാക്കിയ സംഗതിയാണ്. ഏതായിരുന്നാലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത ഗോത്രക്കാരനാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം ജനിച്ച തറവാട് ഖുറൈശികളിലെ ഏറ്റവും ശ്രേഷ്ഠമായ തറവാടുകളിൽപ്പെട്ടതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് ശ്രേഷ്ഠമായത്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഖുറൈശികളുടെ നേതാക്കന്മാരായിരുന്നു ബനു അബ്ദു ഷംസുകാർ. അത് പദവി കൊണ്ടല്ല, സമ്പത്ത് കൊണ്ട്. ഖുറൈശികളിൽ ഏറ്റവും സമ്പത്തുള്ള വ്യക്തികളിൽപ്പെട്ട ഒരാളായിരുന്നു, ഒരുപക്ഷെ ഖുറൈശികളിൽ തന്നെ ഏറ്റവും ധനാഢ്യൻ ആയിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പിതാവ് അഫ്ഫാൻ ചെറുപ്രായത്തിൽ തന്നെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെറിയ പ്രായമാകുന്ന സമയത്ത് നിര്യാതനായതാണ്. അദ്ദേഹം ലക്ഷക്കണക്കിന് ദീനാറുകൾ മകന് ഉപേക്ഷിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കൂടെ ഉണ്ടായിരുന്നത് ആമിന എന്ന് പറയുന്ന മറ്റൊരു സഹോദരിയും കൂടിയായിരുന്നു. അവർ രണ്ടുപേർക്കും ആ കാലഘട്ടത്തിൽ സങ്കല്പിക്കാനാവാത്ത വലിയ സ്വത്ത് ഉപേക്ഷിച്ചാണ് അഫ്ഫാൻ മരണപ്പെടുന്നത്. അതേപോലെ തന്നെ ഖുറൈശികളിലെ മറ്റ് തറവാട്ടുകാരുണ്ടായിരുന്നു. പ്രസിദ്ധരായ വലീദ് ഇബ്നു മുഗീറ, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ തറവാട്ടുകാർ, ബനു മഖ്സൂം, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയൊക്കെയുള്ള, അബൂജഹലൊക്കെയുള്ള തറവാട്ടുകാർ. അവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ യോഗ്യതയിലായിരുന്നു അവരൊക്കെ മുന്നിട്ട് നിന്നിരുന്നത്. സമ്പത്തുണ്ടായിരുന്നു, അതിനോടൊപ്പം അവരൊക്കെ നല്ല വിദ്യാഭ്യാസവും സാഹിത്യവും എഴുത്തും വായനയൊക്കെ അറിയുന്ന ആളുകളായിരുന്നു അവരുടെ തറവാട്ടിലുണ്ടായിരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ മുന്നോക്കം നിന്നിരുന്ന ഒന്നാം സ്ഥാനക്കാരനായിരുന്നു എന്ന് പറയാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ തറവാട്ടുകാർ. അദ്ദേഹത്തിന്റെ ഉമ്മ അർവ ബിൻതു ഖുറൈസ് ഇബ്നു റബിയ ഇബ്നു ഹബീബ് ഇബ്നു അബ്ദു ഷംസ്. വല്യുപ്പയിൽ തന്നെ രണ്ടുപേരും ഒരുമിച്ച് ചേരുകയാണ്.
അർവ ബിൻത്ത് ഖുറൈസ് ബിൻ റബിയ എന്നാണ് ഉമ്മയുടെ പേര്. അർവ ബിൻത്ത് ഖുറൈസ്. ഈ ഖുറൈസ് വിവാഹം ചെയ്തിട്ടുള്ളത് അർവ, ഉമ്മയുടെ പേര്, ഉമ്മയുടെ ഉപ്പായുടെ പേര് ഖുറൈസ്. ഖുറൈസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വല്യുപ്പ, ഉമ്മയുടെ പിതാവ്, വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നത് അബ്ദുൽ മുത്തലിബിന്റെ മകളായ ബൈളായിനെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സഹാബിമാരുടെ കൂട്ടത്തിൽ വളരെ അടുത്ത കുടുംബപരമായി ഉമ്മയിലൂടെയും ഉപ്പയിലൂടെയും അടുത്ത് നിൽക്കുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വല്യുമ്മ എന്നർത്ഥം. പിതാവിന്റെ സഹോദരിയാണ് ബൈള. ഇതൊക്കെ അദ്ദേഹത്തിന്റെ തറവാടുപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അദ്ദേഹം ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ നിലവാരത്തിൽപ്പെട്ടതാണ്, അദ്ദേഹത്തിന്റെ ദറജയിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉമ്മ, പിതാവ് ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു, അഫ്ഫാൻ. അതിനുശേഷം വീണ്ടും വിവാഹിതയായി. അതിൽ അവർക്ക് സഹോദരന്മാരുണ്ടായിരുന്നു. നേർക്ക് പിതാവും മാതാവുമൊത്ത ഒരു സഹോദരി മാത്രമാണ് ഉണ്ടായിരുന്നത്, ആമിന ബിൻത്ത് അഫ്ഫാൻ. അവര് മക്കം ഫത്തഹിനാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അതുവരെ മുസ്ലിമായിട്ടുണ്ടായിരുന്നില്ല, നേരെ സഹോദരി. പിന്നീടുണ്ടായിരുന്നത് ഉമ്മയാണ്. ഉമ്മയും അതേപോലെ തന്നെ വളരെ വൈകിയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. പിന്നീട് ദീർഘമായി അവർ ജീവിച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അവർ മരണപ്പെടുന്നത്. ആര്? ഉമ്മ അർവ ബിൻത്ത് ഖുറൈസ് റളിയല്ലാഹു അൻഹ. അവർ മുസ്ലിമാവുകയും മദീനയിലേക്ക് വരികയും മദീനയിൽ താമസിക്കുകയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് അവർ മരണപ്പെടുന്നത്. അദ്ദേഹം ഖിലാഫയായിരിക്കുന്ന സമയത്ത് അവരെ മറവ് ചെയ്യാൻ വേണ്ടി ബഖയിലേക്ക് പോയി അവിടെ ദീർഘമായി നിന്ന് പ്രാർത്ഥിച്ചതും, അങ്ങനെ നമസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടപ്പോൾ സഹാബിമാർ, ബാക്കിയുള്ള ആളുകൾ പള്ളിയിൽ ജമാഅത്ത് നമസ്കരിക്കുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്നീട് വന്ന് തനിച്ച് നമസ്കരിച്ച കഥയൊക്കെ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. വളരെ സ്നേഹനിധിയായ മാതാവായിരുന്നു എന്നർത്ഥം. അവരുടെ രണ്ടാമത്തെ വിവാഹത്തിന് ശേഷം അതിൽ അദ്ദേഹത്തിന് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു. വിവാഹം ചെയ്ത വ്യക്തി ഇസ്ലാമിക ചരിത്രത്തിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു വ്യക്തിയായിരുന്നു. അത് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്താണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഇകഴ്ത്തി കാട്ടാൻ വേണ്ടി പല ആളുകളും ഇവരിലേക്കൊക്കെ ചേർത്തി പറയാറുണ്ട്. ഈ ബന്ധങ്ങളൊന്നും ഇപ്പോ അദ്ദേഹത്തിന് യാതൊരു ഗുണവുമില്ല ഇവരുടെ അടുത്ത്. പിന്നെന്താണ് ഇനി പറയുന്ന ചില ആളുകളുമായുള്ള ബന്ധം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ താഴ്ത്തിക്കെട്ടാൻ കാരണമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇസ്ലാമിലെ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ദുഷ്ടനും ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയുമായിരുന്നു അബൂജഹൽ. അദ്ദേഹത്തിന്റെ മകൻ ഇക്രിമ ഷഹീദാണ്. ഇസ്ലാമിലെ ഏറ്റവും നല്ല സഹാബിമാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അദ്ദേഹം വിശ്വസിച്ചു. അതോടുകൂടി ഇനി അബൂജഹലിനെ ആരും ലാനത്ത് ചെല്ലരുത്, ശപിക്കരുത്, അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് ഗുണപാഠം നൽകുകയും ചെയ്തു, ഉപദേശിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള വാക്കുകൾ മരണപ്പെട്ടവരെ സംബന്ധിച്ചോ മറ്റോ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ മാതാവിനെ രണ്ടാമത് വിവാഹം ചെയ്ത വ്യക്തിയാണ് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത്. അദ്ദേഹത്തിനുണ്ടായിരുന്ന ദുഷ്പേര് എന്താണെന്ന് ചോദിച്ചാൽ ഖുറൈശികളിലെ ഏറ്റവും സമ്പന്ന കുടുംബമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ തറവാട്. അതിൽപ്പെട്ട വ്യക്തി തന്നെയായിരുന്നു ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത്. അദ്ദേഹം ഒരിക്കൽ വലിയൊരു പാർട്ടി ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചതിന് ശേഷം ആ പാർട്ടിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ചു. ഖുറൈശികളിലെ മാന്യനായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ സദ്യക്കൊക്കെ ഞാൻ വരാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്, നിങ്ങൾ കലിമ ചൊല്ലി മുസ്ലിം ആവണം. നിങ്ങളെപ്പോലെയുള്ള ഒരാള്, വിവരവും തന്റേടവുമുള്ള ഒരാൾ ഇനിയും വിഗ്രഹാരാധനയുമായി നടന്നുകൂടാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നാ ഞാൻ കലിമ ചൊല്ലിക്കോളാം. അങ്ങനെ അദ്ദേഹം കലിമ ചൊല്ലി ബാഹ്യത്തിൽ മുസ്ലിമായി. മുസ്ലിമായ രൂപത്തിൽ അദ്ദേഹം കലിമ ചൊല്ലി. മുസ്ലിമായിട്ടില്ല, പക്ഷെ അദ്ദേഹം നാവുകൊണ്ട് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായി എന്ന് തോന്നുന്ന രൂപത്തിൽ അദ്ദേഹം കലിമയുടെ വാക്കുകൾ ഉച്ചരിച്ചു. ഇത് മക്കയിൽ പ്രചരിച്ചു. ഉഖബയുടെ ഒരു ആത്മമിത്രണ്ടായിരുന്നു, ഉമയ്യത്ത് ബിൻ ഖലഫ്, മറ്റൊരു കിങ്കരൻ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉടമ, ബിലാലിനെ അടിമയാക്കി വെച്ചിരുന്ന ജാഹിലിയ്യ കാലത്തിലെ യജമാനൻ. അവൻ സിറിയയിലേക്ക് കച്ചവടത്തിന് പോയതാണ്, ഷാമിലേക്ക്. അവിടേക്ക് തന്നെ വാർത്തയെത്തി, നിങ്ങളുടെ കൂട്ടുകാരൻ മതം വിട്ടിട്ടുണ്ട്, മതം മാറിയിട്ടുണ്ട്. അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചെത്തി. ഉഖബയോട് മിണ്ടുന്നില്ല. ഉഖബ പ്രയാസായി വീട്ടിന്റെ മുന്നിലേക്ക് എത്തി, വാതിൽ തുറക്കുന്നില്ല.
അവസാനം എന്താന്ന് പ്രശ്നം ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ മതപരിത്യാഗം നടത്തിയിട്ടുണ്ട്, നമ്മളുടെ ശ്രേഷ്ഠന്മാരായ പിതാക്കന്മാരുടെ വിഗ്രഹാരാധന ഉപേക്ഷിച്ച് ഇന്നലെ വന്ന മുഹമ്മദിന്റെ കൂടെ നീ കൂടി എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് നീയുമായി ഇനി യാതൊരു ചങ്ങാത്തവുമില്ല. അത് ഉഖബയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്തതായിരുന്നു. അവൻ ചോദിച്ചു, എന്താണ് പാപപരിഹാരം? അതിന് ഉബയ്യത്ത് ബിൻ ഖലഫ് പറഞ്ഞ മറുപടി, നീ മുഹമ്മദിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുക, മുഹമ്മദിനെ ഇടിക്കുകയും തൊഴിക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ മുന്നിൽ സുജൂദിൽ കിടക്കുന്ന സമയത്താണ് ഉഖബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് കഴുത്തിന് തൊഴിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടിക്കുകയും പ്രഹരിക്കുകയും മുഖത്ത് കാർക്കിച്ച് തുപ്പുകയും ചെയ്യുന്നത്. കൂട്ടുകാരന്റെ പ്രീതിക്ക് വേണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ദ്രോഹി ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അവനെ സംബന്ധിച്ച് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ പഠിക്കേണ്ടതിനു വേണ്ടി ഖുർആനിലൂടെ ആയത്തുകൾ അവതരിപ്പിച്ചു. വയൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. അക്രമി വിരലുകൾ കടിക്കുന്ന ദിവസം അയാൾ പറയും, ഞാൻ ആ സുഹൃത്തിനെ ചങ്ങാതിയായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, അങ്ങനെ ഒരു ചങ്ങാതി എനിക്കില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് മുസ്ലിമായിരുന്നെങ്കിൽ എനിക്ക് എത്ര നന്നാകുമായിരുന്നുവെന്ന് അവൻ വിരല് കടിച്ചുകൊണ്ട് ഖിയാമത്ത് നാളിൽ പറയുമെന്നാണ്. അവന്റെ ജീവിതം പിന്നെയും ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോയി. ബദറിൽ വെച്ച് അവൻ പിടിക്കപ്പെട്ടു. ഉഖബയെ സഹാബിമാർ ബന്ദിയാക്കി കൊണ്ടുവന്നു. ബദറിൽ നിന്ന് പിടിച്ച ആളുകളെ നമുക്കറിയാം. ഭൂരിഭാഗം ആളുകളെയും ഏതാനും വ്യക്തികൾ ഒഴിച്ച് ബാക്കിയുള്ളവരെയൊക്കെ അവരെ മോചനദ്രവ്യം വാങ്ങി മോചിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് കാശില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എഴുത്തും വായനയും അറിയുന്ന ആളുകളാണെങ്കിൽ മദീനയിലെ മുസ്ലിങ്ങളുടെ മക്കളെ എഴുത്തും വായനയും പഠിപ്പിക്കുക, അതിന് പരിഹാരമായി അങ്ങനെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഉഖബയെ അങ്ങനെ മോചിപ്പിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെ വധിക്കാൻ കൽപ്പിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ആ പാസ്റ്റ് അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കാം അത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്നെക്കാളും ദ്രോഹികളായ ഒരുപാട് ആളുകളെ, നിങ്ങളുടെ കാഴ്ചപ്പാടിലെ ദ്രോഹികളെ നിങ്ങൾ വെറുതെ വിട്ടു, എന്നെ മാത്രം വധിക്കുകയാണോ എന്ന് ചോദിച്ചതൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഏതായിരുന്നാലും ഇത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പിതാവല്ല, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഉമ്മയെ പിന്നീട് വിവാഹം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹവുമായുള്ള ബന്ധം. അതിന് ഉസ്മാൻ റളിയല്ലാഹു എന്ത് പഴിച്ചു? ഒന്നും പഴിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ തന്നെ മക്കൾ ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠരാണ്. 60-ൽ അവർക്ക് ജനിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവരുടെ പേര് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. സ്വന്തം സഹോദരി മക്കം ഫത്തഹിനാണ് മുസ്ലിമായത്, ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ആമിന. എന്നാൽ ഇവർ അർദ്ധ സഹോദരിയാണ്. അവർ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ മുസ്ലിമായി. ഇങ്ങനെയുള്ള വീട്ടിൽ അവർ മുസ്ലിമാവുകയാണ്. പക്ഷെ അവർക്ക് ആ കാര്യം മറ്റുള്ള സഹാബി വനിതകളെ പോലെ പ്രഖ്യാപിക്കാനോ ഹിജറ പോകാനോ പറ്റിയില്ല. അങ്ങനെ അവർ ഹിജറ പോകുന്നത് ഹിജറയുടെ 7-ാം വർഷം ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ്. തനിച്ച് മക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് മദീനയിലേക്ക് എത്തി. ആ വിവരം അവർ മദീനയിലേക്ക് എത്തിയപ്പോഴാണ് സഹോദരന്മാരായ ഖാലിദ്, അതേപോലെ തന്നെ വലീദ്, ഇമാറ, ഒരു 4 പേരാണ് മക്കള്. ഖാലിദ്, വലീദ്, ഇമാറ, ഉമ്മു കുൽസൂം. ഉമ്മു കുൽസൂം ഓടിപ്പോയി മക്കയിലേക്ക് എന്നറിഞ്ഞ പാടെ സഹോദരന്മാര് വലീദും ഇമാറയും ഒക്കെ മദീനയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ സഹോദരിയെ വിട്ടുതരണം. അങ്ങനെ ചോദിച്ചാൽ എന്താണ് മറുപടി നൽകേണ്ടത്? എന്താണ് കരാറുണ്ടായിരുന്നത്? ഹുദൈബിയ സന്ധിയിലെ കരാറുകൾ, ഒന്ന്, മക്കയിലെ ഗോത്രക്കാർക്ക് ഇഷ്ടപ്പെട്ട ആളുകളോട് സഖ്യം ചേരാം, മദീനക്കാർക്കും അങ്ങനെ ആരോട് വേണമെങ്കിലും ഏത് ഗോത്രവുമായി സഖ്യത്തിൽ ഏർപ്പെടാം. അതേപോലെ തന്നെ അവർക്കിടയിൽ ഇനി 10 വർഷത്തേക്ക് യുദ്ധം പാടില്ല. മൂന്നാമത്തേതാണ് സഹാബിമാരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത കരാറായിരുന്നത്. അത് മക്കയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമായി മദീനയിലെത്തിയാൽ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ച് മക്കക്കാരെ ഏൽപ്പിക്കണം. മദീനയിൽ നിന്ന് ആരെങ്കിലും മുർത്തദ്ദായി മക്കയിലേക്ക് വന്നാൽ അവരെ തിരിച്ചേൽപ്പിക്കേണ്ടതില്ല. ഈ കരാറാണ് ഉമർ റളിയല്ലാഹുവിനെ പോലെയുള്ള സഹാബിമാരെ പൊട്ടിത്തെറിക്കാനുണ്ടായ ആ ബന്ദ്, അതിലെ വരികൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ പോയി ചോദിച്ചു, ഞങ്ങളെ സഹോദരിയെ വിട്ടുതരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ആങ്ങളമാരുടെ കൂടെ മക്കയിലേക്ക് മടങ്ങാൻ കൽപ്പിച്ചു. ആ സമയത്ത് അവർ പറഞ്ഞു, ഞാനൊരു സ്ത്രീയാണ്, പുരുഷന്മാരെ പോലെയല്ല, എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി നിങ്ങൾ അവരിലേക്ക് ഏൽപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാഴ്ചപ്പാടിനെ
സത്യപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് സൂറത്തുൽ മുംതഹിന. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തിൻ ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ ലാ ഹുന്ന ഹില്ലുൻ ലഹും വലാ ഹും യഹില്ലൂന ലഹുന്ന. സ്ത്രീകൾക്ക് ഇസ്ലാം കൽപ്പിച്ച നിലയും വിലയും കാണണമെങ്കിൽ ഈ സൂറത്ത് മാത്രം പാരായണം ചെയ്താൽ മതി. ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തിൻ ഫംതഹിനൂഹുന്ന ഫൈൻ അലിംതുമൂഹുന്ന മുഅ്മിനാത്തിൻ ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ. അവരെ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. അങ്ങനെ ആ പരീക്ഷയിൽ അവർ മുസ്ലിമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, ചില ആളുകളുണ്ടാവും പല കാരണത്തിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങളുടെ കൂട്ടത്തിലേക്ക് ഓടി വരും, എന്നിട്ട് ഇവിടെ വന്നിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി. എന്തിനാണ് വന്നത്? അവർക്ക് ഈമാനുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. അങ്ങനെ പരീക്ഷയിൽ അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അവരെ അവിശ്വാസികളിലേക്ക് മടക്കി പറഞ്ഞേക്കാൻ പാടില്ല എന്നാണ് ഖുർആനിലെ ആ വചനമുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തിൻ ഫംതഹിനൂഹുന്ന അല്ലാഹു അഅലമു ബിഈമാനിഹിൻ ഫഇൻ അലിംതുമൂഹുന്ന മുഅ്മിനാത്തിൻ ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ ലാ ഹുന്ന ഹില്ലുൻ ലഹും വലാ ഹും യഹില്ലൂന ലഹുന്ന വആതുഹും മാ അൻഫഖു. ഭർത്താക്കന്മാര് ഉള്ള സ്ത്രീകളാണ് ഓടിപ്പോകുന്നതെങ്കിൽ അവരുടെ മഹർ തിരിച്ചു കൊടുക്കേണ്ടി വരും. അവിശ്വാസികളായ ഭർത്താക്കന്മാരിൽ നിന്നാണ് സ്ത്രീകൾ ഓടിപ്പോകുന്നതെങ്കിൽ അവരെന്ത് ചെയ്യണം? ഭർത്താക്കന്മാരുടെ മഹർ തിരിച്ചു കൊടുക്കണം. ജാഹിലിയ കാലത്ത് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന നല്ല ആചാരത്തിൽപ്പെട്ടതാണെന്ത്? നമ്മളുടെ നാട്ടിൽ നിന്ന് വിരുദ്ധമായി സീതാരാമൻ കൊടുക്കുന്നതിന് പകരം അവർ കൊടുക്കാറുണ്ടായിരുന്നത് പുരുഷന്മാരായിരുന്നു സ്ത്രീകൾക്ക് മഹർ കൊടുക്കാറുണ്ടായിരുന്നത്. ഒരുപാട് ജാഹിലിയത്ത് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. എന്നാലും അവരടുത്തുള്ള ഉണ്ടായിരുന്ന നഷ്ടപ്പെട്ടു പോകാത്ത ഗുണങ്ങളിൽപ്പെട്ടതാണ് പുരുഷനാണ് വിവാഹം ചെയ്യേണ്ടത്, അതല്ലാതെ സ്ത്രീകൾ പുരുഷന്മാരെ അങ്ങോട്ടല്ല എന്ന നിയമം. ഏതായിരുന്നാലും ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാണ്. ഇത് ആരുടെ കൂടി മകളാണ്? ഉഖബയുടെ മകളാണ്. വലീദ് ബിൻ ഉഖബ ഇബ്നു അബി മുഅയ്ത്തിന്റെ സഹോദരിയാണ്. ഇനി വലീദിനെയൊക്കെ വലിയ കുറ്റവാളികളായിട്ടാണ് ഇസ്ലാമിക ചരിത്രത്തിനെ വികൃതമാക്കിക്കൊണ്ട് ഷിയാക്കളൊക്കെ അവതരിപ്പിക്കാറുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ അർദ്ധ സഹോദരന്മാരും സഹോദരിമാരിൽപ്പെട്ട വലീദ്, ഖാലിദ്, ഇമാറ. അതില് വലീദ് ബിൻ ഉഖബ മുസ്ലിമായി ഹുദൈബിയ സന്ധിക്ക് ശേഷം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ നല്ല കഴിവും യോഗ്യതയുള്ള ആളായതുകൊണ്ട് തന്നെ ബനൂ മുസ്തലിഖ് ഗോത്രത്തിലെ സക്കാത്ത് കളക്ട് ചെയ്യാൻ വേണ്ടി വലീദ് ബിൻ ഉഖബയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ മുസ്തലിഖിലേക്ക് നിയോഗിച്ചു. അദ്ദേഹം അവരുമായി ജാഹിലിയ കാലത്ത് ചില പ്രശ്നങ്ങളുണ്ടായ വ്യക്തിയാണ്. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹമാണ് സക്കാത്ത് പിരിക്കാൻ വരുന്നത് എന്ന് കേട്ടു. അതിലവർക്ക് വിരോധമൊന്നുമില്ല. കാരണം ആരുടെ ദൂതനാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതനാണ് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ അവര് വലീദിനെ സ്വീകരിക്കാൻ വേണ്ടി വഴിയിലേക്ക് പുരുഷാരം തന്നെ വന്നു, സ്വീകരിച്ചാനയിക്കാൻ വേണ്ടി. ഇത് കണ്ടപ്പോൾ വലീദിന് ഭയമായി. അയാളെന്ത് വിചാരിച്ചു? ഇത് പഴയ കണക്ക് തീർക്കാൻ വരികയാണ്. അയാൾ നേരെ അവിടുന്ന് ഓടി മദീനയിലെത്തിയിട്ട് റസൂലിനോട് ഒന്ന് പറഞ്ഞു, ബനൂ മുസ്തലിഖ് ഗോത്രക്കാരെ മുഴുവൻ മുർത്തദ്ദായിട്ടുണ്ട്, അവരെന്നെ കൊല്ലാൻ ശ്രമിച്ചു, ഞാൻ ഓടി രക്ഷപ്പെട്ടു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് കേട്ടതോടുകൂടി വലിയ രോഷവും കോപവും ഉണ്ടായി. ഒരു വലിയ സൈന്യത്തെ തന്നെ തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിന് മുന്നോടിയായി ആ കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ചെറിയൊരു സംഘത്തെ നിയോഗിച്ചു. അവര് അവിടെ ചെന്നപ്പോൾ കാണുന്നത് ഒരു പ്രശ്നമില്ലാത്ത ബനൂ മുസ്തലിഖ് ഗോത്രക്കാരാണ്. അവര് പറഞ്ഞു, അള്ളാഹിന്റെ റസൂലിന്റെ അവര് മദീനയിലേക്ക് പോരാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്, യുദ്ധത്തിനല്ല. റസൂലിന്റെ സക്കാത്ത് പിരിക്കാൻ വന്ന ആള് വന്നു എന്ന് കേട്ടു, ഞങ്ങൾ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചതായിരിക്കുമോ ഞങ്ങളുടെ എന്തെങ്കിലും കുറ്റം കാരണത്താൽ? അതുകൊണ്ട് ഞങ്ങൾ സക്കാത്തുമായി മദീനയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന അവസ്ഥയിലാണ് ഖാലിദ് എത്തിയപ്പോൾ ഇവരുള്ളത്. ഈ ചരിത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ സമയത്താണ് വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഏതെങ്കിലുമൊക്കെ ഒരാളൊരു വർത്താനായിട്ട് വരുമ്പോൾ നിങ്ങൾ ഉറപ്പുവരുത്തണം, അത് കേട്ടിട്ട് എടുത്ത് ചാടാൻ പാടില്ല. ഇങ്ങനെ ചാടിയിരുന്നെങ്കിൽ ഇപ്പം എന്തായിരിക്കും അവസ്ഥ? ആ പ്രദേശത്തുള്ള മുസ്ലിങ്ങളുമായി യുദ്ധം ഉണ്ടാകുമായിരുന്നു, അവരിൽ പല ആളുകളും കൊല്ലപ്പെടുമായിരുന്നു. അൽഹംദുലില്ലാഹ് അത് സംഭവിച്ചില്ല എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ പറയാൻ അടിസ്ഥാനമായ ചരിത്ര സംഭവം ഇതാണ്. ഏതായിരുന്നാലും ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ സഹോദരന്മാരും പിന്നീട് മക്ക ഫത്തഹിനാണ് മുസ്ലിമായത്. പിന്നെ മുസ്ലിമത്തുൽ ഫത്തഹ്, മക്ക വിജയശേഷം പിന്നെ മക്കയിലുള്ള ആളുകളെല്ലാവരും മുസ്ലിമായല്ലോ. അല്ലാത്ത ആളുകൾ ഓടിപ്പോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത് നമ്മൾക്കറിയാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പശ്ചാത്തലവും അദ്ദേഹത്തിന്റെ തറവാടിനെയൊക്കെ സംബന്ധിച്ചായിരുന്നു.
അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, അദ്ദേഹത്തിന്റെ സഹോദരന്മാർ, അദ്ദേഹത്തിന്റെ സഹോദരിമാർ, അവരെ സംബന്ധിച്ചൊക്കെ ചരിത്രത്തിൽ വളരെയധികം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ തന്നെ അതിലേക്ക് സൂചനയുണ്ട്. നല്ലതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ ചീത്തയുമുണ്ട്. എല്ലാ തറവാടും പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന്റെ കുടുംബക്കാരിൽ മോശപ്പെട്ട ആൾക്കാരുണ്ടായി എന്നതിന്റെ പേരിൽ ഇപ്പോ വലീദിനെ ഫാസിഖ് എന്ന് വിളിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ മോശക്കാരനായിരുന്നുവെങ്കിൽ ഖുർആനിൽ ഒരു ആയത്താണ് അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മൂത്താപ്പയെ സംബന്ധിച്ച്, അല്ലെ, പിതൃ സഹോദരനെ സംബന്ധിച്ച് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്നൊരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട്. വേറെയും ഒരുപാട് ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരെ ഖുർആനിൽ ആക്ഷേപിക്കുന്നുണ്ട്. അതൊന്നും വേറെ ആളുകളെ ബാധിക്കുന്നതല്ല. ഏതെങ്കിലും ഒരാള് മോശമായി എന്ന് വിചാരിച്ചാൽ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖറ, മറ്റൊരാളും അവരുടെ പാപഭാരം അതിൽ പങ്കില്ലെങ്കിൽ അത് ഏൽക്കേണ്ടി വരില്ല. അത് ഇസ്ലാമിലെ നിയമമാണ്. ലോകത്തിൽ അള്ളാഹു അവതരിപ്പിച്ച എല്ലാ നിയമങ്ങളിലും ആ കാര്യം തന്നെയായിരുന്നു നിയമമായി ഉണ്ടായിരുന്നത്. മക്കയിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്, തായിഫിലാണ് എന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. അദ്ദേഹം ജനിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന് ശേഷം 6 വർഷം കഴിഞ്ഞാൽ. റസൂൽ ജനിച്ചത് ഒരു പ്രസിദ്ധമായ കൊല്ലത്തിലായിരുന്നു. അതേതാണ്? ആ വർഷത്തിനൊരു പേരുണ്ട്, 1-ാം മീലാദ് ജന്മദിനം. അങ്ങനെയാണോ അതറിയപ്പെടുന്ന ചരിത്രത്തിൽ? പിന്നെയോ ആനക്കലയ സംഭവം നടന്ന വർഷത്തിലായിരുന്നു. അതിനുശേഷം 6-ാം കൊല്ലത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നതോ ആനക്കലയ സംഭവം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അവർ തമ്മിലുള്ള പ്രായവ്യത്യാസം എത്രയാണ്? 2, 6. ഉമർ റളിയല്ലാഹു ജനിക്കുന്നതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി 14 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ഉമറിനേക്കാളും പ്രായത്തിൽ മൂത്തതാണ് ആര്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഇതുകൊണ്ടാണ് ഇവരെ ഷെയ്ഖുമാരായി സഹാബിമാർ ആ കാലത്ത് തന്നെ പറഞ്ഞിരുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ. ഇവരുമായി തട്ടിച്ചു നോക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ആരാണ്? ചെറിയ പ്രായക്കാരനാണ്. ഇവരൊക്കെ മുതിർന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൈവത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ മുസ്ലിമായ ആളുകളൊക്കെ റസൂലിനേക്കാളും പ്രായം കുറഞ്ഞവരാണ്. ഇപ്പൊ ഇവരെ കയ്യിൽപ്പെട്ടതാണ്. ഒന്നാമതായി മുസ്ലിമായ പുരുഷൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. പിന്നീട് മുസ്ലിമായത് ഉസ്മാൻ ബിൻ അഫ്ഫാനാണ്. പുരുഷന്മാരുടെ കൂട്ടത്തിൽ. സ്ത്രീകളുടെ കൂട്ടത്തിൽ ഖദീജയാണ്. പിന്നെ അടിമകളുടെ കൂട്ടത്തിലാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു പെടുന്നത്. കുട്ടികളുടെ കൂട്ടത്തിലാണ് ആര് വിടുക? റളിയല്ലാഹു അൻഹു. അതിനുശേഷം ശരിക്കും മുസ്ലിം ആവുന്നത് ആര് തന്നെയാണ്? ഉസ്മാൻ ബിൻ അഫ്ഫാനാണ്. അദ്ദേഹം പ്രായം കുറഞ്ഞവരാണ്. പിന്നീട് മക്കയിൽ നിന്ന് മുസ്ലിമായവരൊക്കെ ആ രൂപത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു പ്രായം കൊണ്ടും മുതിർന്നത്. അതൊക്കെ അള്ളാഹുവിന്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങളും ആജ്ഞകളും അനുസരിക്കാൻ, കൽപ്പനകളൊക്കെ അനുസരിക്കാൻ എല്ലാ തരത്തിലും പാകപ്പെട്ട ആളുകളാണ് ആദ്യകാലങ്ങളിൽ മുസ്ലിമായത്. പിന്നീട് മദീനയിലൊക്കെ ഹിജ്റ വന്നപ്പോഴാണ് പ്രായം ചെന്നവരൊക്കെ മുസ്ലിമാവുകയും സഹാബിമാരായി മാറുകയൊക്കെ ചെയ്തത്. അദ്ദേഹത്തിന് ചെറുപ്രായത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടു. പിന്നീട് ഖുറൈശികളുടെ കൂട്ടത്തിലെ കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. എഴുത്തും വായനയും അറിയുന്ന സഹായമാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഒന്ന് കുലീന കുടുംബത്തിലായതുകൊണ്ട് തന്നെ അവര് തായിഫിലാണ് അദ്ദേഹം ജനിച്ചത് എന്നൊക്കെ പറയുന്ന ആളുകൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുവരുന്നല്ലോ. തായിഫിൽ നിന്ന് അല്പം ദൂരെയുള്ള സ്ഥലത്തായിരുന്നു പാല് കൊടുത്തു വളർത്താൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത്. ആ രൂപത്തിലൊക്കെ കാലെ കൂട്ടി തന്നെ ഏൽപ്പിച്ചതായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. ഏതായിരുന്നാലും അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ കച്ചവടത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. കാരണം പിതാവ് ഉപേക്ഷിച്ചു പോയ ലക്ഷക്കണക്കിന് ദീനാറ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ആ കച്ചവടം ഏറ്റെടുത്ത് ഖുറൈശികളിലെ ഏറ്റവും എല്ലാ തരത്തിലും ഖുറൈശികൾക്ക് സ്വീകാര്യനായിരുന്നു അദ്ദേഹം. ജാഹിലിയ കാലത്ത് ഇസ്ലാമിലും അങ്ങനെ തന്നെയായിരുന്നു. മുസ്ലിം ആയതിനു ശേഷവും അദ്ദേഹത്തിന്റെ ആ ആജ്ഞയുടെ ആജ്ഞാശക്തി, ആ കമാൻഡിങ് പവർ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ നമുക്കറിയാൻ പറ്റും. അദ്ദേഹം ഹിജറ പോയിരുന്നു ഹബശയിലേക്ക്. ആദ്യമായി ഹിജറ പോയ സഹായമാരിപ്പെട്ടതാണ്. പിന്നീട് മദീനയിലേക്കും പോയി. അതൊക്കെ യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ ഉപദ്രവം ഏറ്റതുകൊണ്ട് പോയതല്ല. അതൊക്കെ ചരിത്രത്തിലേക്ക് ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ വിശദീകരിക്കാൻ പറ്റും. വേറെ ചില കാരണങ്ങൾ അതിനുണ്ടായിരുന്നു. ഏതായിരുന്നാലും അദ്ദേഹത്തിന് ഖുറൈശികളിലേക്കുള്ള സ്ഥാനം വ്യക്തമാക്കുന്നതായിരുന്നു ബൈഅത്തുർ റിദ്വാൻ നടന്ന ആ സംഭവം. അതെന്താണ്? ഹുദൈബിയ സന്ധിയൊക്കെ ഉണ്ടായത് ആ വർഷത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്നു. ഖുറൈശികൾ അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് വിലക്കി. ആ സമയത്ത് മക്കക്കാരുമായി സന്ധി സംഭാഷണത്തിന് വേണ്ടി പല ആളുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആർക്കും അതിന് അവിടെ എത്തി അവരോട് ചർച്ച നടത്താനുള്ള യോഗ്യതയില്ല എന്നവർക്ക് സ്വയം ബോധ്യപ്പെടുകയും
അതിന് യോഗ്യനായ വ്യക്തി അവരുടെ കൂട്ടത്തിലുള്ളത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് അന്ന് അവർ നിർദ്ദേശിക്കുകയും അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിനെയാണ് അങ്ങോട്ട് നിയോഗിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഖുറൈശികൾക്കിടയിലുള്ള സ്ഥാനമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും സാദൃശ്യമുള്ള സ്വഭാവക്കാരനായിരുന്നു ജാഹിലിയ്യ കാലത്ത് തന്നെ. അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി പിൽക്കാലത്ത് വരുന്ന ആളുകളോട് പറയുന്ന കൂട്ടത്തിൽ ആ കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ജാഹിലിയ്യ കാലത്തിൽ മദ്യപിച്ചിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, കളവ് പറഞ്ഞിട്ടില്ല, വിഗ്രഹാരാധന നടത്തിയിട്ടില്ല. മുസ്ലിമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൈ കൊടുത്തതിന് ശേഷം എന്റെ വലത് കൈ കൊണ്ട് ഞാൻ എന്റെ ലിംഗത്തിൽ പോലും സ്പർശിച്ചിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയേണ്ട എന്റെ കൈകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഈ രൂപത്തിൽ വിശുദ്ധനായിരുന്നു അദ്ദേഹം. ഏറ്റവും വലിയ ലജ്ജാശീലൻ. ലജ്ജ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണു സ്വഭാവമല്ല, ഇതാണ് പല ആൾക്കിടയിലും ഉണ്ടാവുക, അതല്ല. ഹയാ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞത് പെൺകുട്ടികളെക്കാൾ വിവാഹപ്രായമെത്തിയ വിവാഹം ചെയ്ത് അയക്കാത്ത പെൺകുട്ടികളെക്കാളും വലിയ ലജ്ജാശീലനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്നാണ്. അറബികൾക്ക് പെൺകുട്ടികൾ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ മറ കെട്ടിയിട്ട് വീട്ടിൽ പ്രത്യേകം ഒരു സ്ഥലത്ത് അവരെ ഇരുത്തുമായിരുന്നു അത്രേ. അതിലുള്ള ഹിദർ എന്നാണ് അതിന് പറയുക. അങ്ങനെയുള്ള ചെറിയ മറ, പുരയിലുള്ള മറക്ക്, അതിലുള്ള സ്ത്രീകളെക്കാൾ നാണമുള്ളവനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ് റസൂലിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആ പ്രകൃതക്കാരൻ തന്നെയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കർക്കശ സ്വഭാവക്കാരനായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഖുറൈശികൾ പിൽക്കാലത്ത് അദ്ദേഹത്തിനെ വിമർശിച്ച ആളുകളോട് അദ്ദേഹം ചോദിക്കുകയാണ്. അദ്ദേഹത്തിനെ വിമർശിച്ച് പല വിമർശങ്ങൾ ഉന്നയിച്ചു. അതിൽ പലതും പല കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, അടുത്ത കുടുംബക്കാർക്കൊക്കെ അദ്ദേഹം സ്ഥാനമാനങ്ങൾ നൽകിയെന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്തില്. അപ്പൊ അദ്ദേഹം അവരോട് ചോദിച്ചത്, ഇവരിൽ പല ആളുകളെയും മിക്കവരെയും ഉമർ ഇബ്നുൽ ഖത്താബ് അമീർമാരാക്കിയതാണ്. അന്ന് നിങ്ങൾക്കത് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്റെ കുടുംബക്കാരായി നിങ്ങൾ പറയാൻ കാരണം, നിങ്ങൾക്ക് ധൈര്യം വെക്കാൻ കാരണം എന്റെ അടുത്തുനിന്ന് മറുപടി നാവുകൊണ്ടേ ഉണ്ടാവുള്ളൂ. ഉമറിന്റെ അടുത്താണെങ്കിലോ വടികൊണ്ടോ വാളുകൊണ്ടോ ആയിരിക്കുമെന്ന ഭയം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളെന്ന് പറയാതിരുന്നത്. ഞാൻ ഈ ചെയ്ത പല കാര്യങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് ചെയ്തിരുന്നു, അബൂബക്കർ സിദ്ദീഖ് ചെയ്തിരുന്നു. പക്ഷേ അവരുടെയൊക്കെ അടിയുടെ ചൂട് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിലൊന്നും വിമർശനം ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം അവരോട് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വിട്ടുവീഴ്ച ശീലവും അതേപോലെ തന്നെ മാന്യമായ പെരുമാറ്റവും ഒരുപക്ഷെ ഈ ഫിത്നക്കാർക്ക് പ്രചോദനമായിരിക്കാം. അത് അദ്ദേഹത്തിന്റെ ദുർബലതയല്ല, അദ്ദേഹത്തിന്റെ ഉയർച്ചയാണ് മാന്യന്മാരുടെ അടുത്ത് കാണിക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ അങ്ങനെ ഒരുപാട് ഉണ്ട്. ജാഹിലിയ്യ കാലത്ത് തന്നെ ഏറ്റവും കൊള്ളാവുന്ന വ്യക്തിത്വങ്ങളിൽ പെട്ടതായിരുന്നു. അവർക്കിടയിൽ സ്വീകാര്യനായിരുന്നു. ശരീരപ്രകൃതി നോക്കുകയാണെങ്കിൽ ഒത്ത ശരീരപ്രകൃതക്കാരനായിരുന്നു. വലിയ നീളമുള്ള ആളല്ല. ചരിത്രത്തിൽ പലപ്പോഴും പറയാറുള്ളത് പോലെ ഉമർ റളിയല്ലാഹു അൻഹു നേരെ തിരിച്ചായിരുന്നു. അദ്ദേഹം നല്ല ഉയർന്ന വ്യക്തിയായിരുന്നു. ഖാലിദ് ബിൻ വലീദ് അതേപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബൊക്കെ സാധാരണ വ്യക്തികൾ കുതിരപ്പുറത്ത് കയറിയിരുന്നാൽ അവർ നടന്നാൽ മതി, ആ പൊക്കം ഉള്ള ആളുകളായിരുന്നു. എന്നാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു തുല്യ വലിപ്പമുള്ള സാധാരണ മനുഷ്യനായിരുന്നു. വയസ്സ് ചെന്നപ്പോഴുള്ള അദ്ദേഹത്തിന്റെ വർണ്ണനകളാണ് ചരിത്രങ്ങളിലുള്ളത്. അതായിരിക്കുമല്ലോ പിന്നെ ആളുകൾ അവസാനം പറയാം, അല്ലെ? ഒരാള് അദ്ദേഹത്തിന്റെ താടി ചായം പിടിപ്പിക്കാറുണ്ടായിരുന്നു, പല്ല് പൊട്ടിയ കാരണത്താൽ സ്വർണത്തും കൊണ്ട് കെട്ടിയിരുന്നു എന്നൊക്കെ അദ്ദേഹം ഏത് സമയത്തുള്ളതാണ്? മരണത്തിന് തൊട്ടു മുമ്പ് 80 വയസ്സിന് ശേഷമുള്ള വിവരണങ്ങളാണ് അത് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്. ചെറുപ്പ സമയത്ത് അദ്ദേഹം ഖുറൈശികളിൽ ഏറ്റവും സുന്ദരനായിരുന്നു. ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിരുന്ന, ഖുറൈശികളിൽ ഏറ്റവും നല്ല മുന്തിയ ഭക്ഷണം മാത്രം കഴിച്ചു വളർന്ന വ്യക്തിയായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അത് ഖലീഫ ആയതിനു ശേഷവും അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. കാരണം അവരുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പന്നനാണ്. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുന്നതിൽ അദ്ദേഹം യാതൊരു പിശക്കും വരുത്തിയിട്ടില്ല. അങ്ങനെ അദ്ദേഹം ദൂർത്തടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആക്ഷേപിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ നിലവാരം അനുസരിച്ച് പലപ്പോഴും അദ്ദേഹം ഭക്ഷണം ഉപയോഗിക്കുകയോ വസ്ത്രം എടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. മറിച്ച് ഇസ്ലാമിന് വേണ്ടി അതൊക്കെ ചെലവഴിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിന്റെ പേരിലാണ് അദ്ദേഹം സഹാബിമാർക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധനാവുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ചെലവഴിക്കൽ കാരണം പല സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് സ്വർഗം ഉറപ്പു നൽകിയിട്ടുണ്ട്. മദീന പള്ളി വികസിപ്പിച്ചപ്പോൾ, അതേപോലെ തന്നെ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ജയ്ഷുൽ ഉസ്റ അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തി യാത്രയാക്കിയപ്പോൾ 700 ഒട്ടകങ്ങളെയും അതിന് വഹിക്കാൻ ആവശ്യമായ ചരക്കുകളെയുമാണ് അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്തത്. അതിലും വലിയ സംഭാവന അദ്ദേഹം നടത്തിയത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, പിൽക്കാലത്തും അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ പറ്റും.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വലിയൊരു പട്ടിണി ഞങ്ങളെ പിടികൂടി. മദീന ഒരു പട്ടിണിയുടെ വക്കിലേക്ക് എത്തി. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയൊരു കച്ചവടം വിജയിച്ച് അദ്ദേഹത്തിന്റെ 1000 ഒട്ടകങ്ങൾ മദീനയിലേക്ക് വരുന്ന വാർത്ത അവിടെ പരന്നു. മദീനയിലുള്ള കച്ചവടക്കാരെല്ലാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഒത്തുചേർന്നു. അവർ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ലാഭം തന്നാൽ നിങ്ങളുടെ കച്ചവട വിഭവങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കും? ഞങ്ങൾ 10 നിങ്ങൾക്ക് 12 തരാം. അവരുടെ അന്നത്തെ ശതമാനം പറയൽ എങ്ങനെയാണ്? 10 രൂപക്ക് 12. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിലേറെ ഓഫർ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ 14 തരാം. അദ്ദേഹം പറഞ്ഞു, അതിലേറെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങള് അതിലേറെ നൽകാം. അങ്ങനെ എത്ര പറഞ്ഞപ്പോഴും 15 വരെ അവർ പറഞ്ഞു. അതിനുശേഷം അവർ പറഞ്ഞു, പരസ്പരം മുഖത്തോട് മുഖം നോക്കി, മദീനയിൽ ഇനി വേറെ കച്ചവടക്കാരില്ല, ഇതിലേറെ ലാഭം പറയുന്ന ഒരു കച്ചവടവും ഇവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇരട്ടി നൽകാമെന്ന് പറഞ്ഞ ആളുണ്ട്. ആരാണത്? 10 ഇരട്ടി. വിശുദ്ധ ഖുർആനിലെ ആയത്ത് അദ്ദേഹം ഓതി കേൾപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് മുസ്ലിം ഉമ്മത്തിലെ ദരിദ്രന്മാർക്ക് വിതരണം ചെയ്യാനുള്ളതാണ്. 1000 ഒട്ടകങ്ങളുടെ പുറത്ത് കൊണ്ടുവന്ന ഭക്ഷണ വിഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ച് മുസ്ലിമുകളിലെ പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, അദ്ദേഹം ആ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാൻ ഒരു ഭംഗിയുള്ള ഉടയാട അണിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു കുതിരപ്പുറത്ത്, കോവർ കഴുതയുടെ പുറത്ത് വളരെ വലിയ വേഗതയിൽ ഓടിപ്പോവാൻ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറഞ്ഞു, റസൂലിനോട് സ്വപ്നത്തിലാണ്, അള്ളാഹുവിന്റെ ദൂതരെ നിങ്ങളെ കാണാൻ കിട്ടിയത് ഇപ്പോഴാണല്ലോ, അല്പം സംസാരിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാനൊരു തിരക്കിലാണ്, എന്താണ് തിരക്ക് എന്ന് അന്വേഷിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്രേ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഇന്നലത്തെ ആ ദാനം അള്ളാഹു സ്വീകരിക്കുകയും അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഒരു മണവാട്ടിയെ, ഒരു ഹൂറിനെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സദ്യയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് സ്വപ്നത്തിൽ കണ്ടതായി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. സഹാബിമാരുടെ സ്വപ്നം സത്യമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ രൂപത്തിൽ പറയാറുള്ളത്. അത് ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ള ഒരു ഉദ്ധരണി എന്ന നിലയിൽ കേൾപ്പിച്ചു എന്ന് മാത്രം. പക്ഷെ അദ്ദേഹം ഈ രൂപത്തിൽ തന്നെയായിരുന്നു പിൽക്കാലത്തുമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്ന, ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കാനുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മനസ്ഥിതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് മാത്രം. അതിനുശേഷം പിന്നെ അത് നിർത്തിയിട്ടില്ല, അത് വർദ്ധിപ്പിക്കുകയല്ലാതെ യാതൊരു കുറച്ചിനും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ സ്വയം കുത്തകയാക്കി വെക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഒരുപക്ഷെ ജൂതന്മാരുടെയൊക്കെ സ്വഭാവം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മദീനയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ്, അതല്ലെങ്കിൽ അറേബ്യയിലെ തന്നെ ഏറ്റവും വലിയ മുതലാളിയാവുകയും എല്ലാ നിയന്ത്രണവും സ്വയം കയ്യിൽ വരാനുള്ള ഒരുപാട് അവസരം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്താണ് അദ്ദേഹം മദീനയിലെ കിണർ വിലക്ക് വാങ്ങിയിട്ട് ബീർ റൂമ മുസ്ലിങ്ങൾക്ക് വേണ്ടി പിന്നെ വഖഫ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പേരിൽ ഇന്നും മദീനയിൽ വഖഫ് ബിൽഡിംഗ് ഗവൺമെന്റ് അദ്ദേഹം വഖഫ് ചെയ്ത അതേ കെട്ടിടം, ആ സ്ഥലത്ത് കെട്ടിടം പണിതുകൊണ്ട് നിലനിർത്തിയിരിക്കുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ലോക ചരിത്രത്തിൽ ഒരുപാട് പ്രത്യേകതകൾക്ക് ഉടമയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അതിൽപ്പെട്ട ഒന്ന് ഇത് മാത്രമായിരിക്കും. നമുക്ക് വേറൊരാളുടെയും പേരിൽ 1400 വർഷം മുമ്പ് മരണപ്പെട്ട ഒരു വ്യക്തിക്ക് എന്നും ഏതെങ്കിലും ഒരു പ്രദേശത്ത് അദ്ദേഹത്തിന്റെ വഖഫ് നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മാത്രം പ്രത്യേകമായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിശേഷണങ്ങൾ അങ്ങനെയായിരുന്നു. അതോടൊപ്പം അദ്ദേഹം നല്ല ഉറച്ച തീരുമാനമെടുക്കാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു. വിട്ടുവീഴ്ചയുള്ള സമയം തന്നെ അദ്ദേഹം പതറാത്ത മനസ്സിന്റെ ഉടമയായിരുന്നു എന്നത് ഒരുപാട് രംഗങ്ങളിൽ നമുക്കറിയാൻ പറ്റും. തീരെ പ്രകോപിതനാവാറുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിനെ ശത്രുക്കൾക്ക് വധിക്കാൻ പറ്റിയത്. അവരൊക്കെ വീട് വളഞ്ഞ സമയത്ത് സഹാബിമാരുടെ കുട്ടികളൊക്കെ വാളും അതേപോലെ തന്നെ ആയുധപ്രാണികളായി അവിടെ വന്ന് ഹാജരായിരുന്നു. അമീറുൽ മുഅ്മിനീൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചുകൊണ്ട് അവരോടെല്ലാം വീട്ടിലേക്ക് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അതിന് അദ്ദേഹത്തിന് തെളിവുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി തന്നെ പറഞ്ഞതാണ്. ഉഹദ് പർവ്വതത്തിലേക്ക് ഒരിക്കൽ കയറിയ സമയത്ത് നമ്മൾ പല പ്രാവശ്യം ഇവിടെ തന്നെ അത് പറഞ്ഞതാണ്. ആ ഹദീസ് ബുഖാരി ധരിക്കുന്ന ഹദീസ് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഇവർ 3 പേരും റളിയല്ലാഹു അൻഹും അജ്മഈൻ ഒന്നിച്ച് ഉഹദ് പർവ്വതത്തിലേക്ക് ഒന്ന് കയറി. എന്തോ കാര്യത്തിന് വേണ്ടി അതൊന്ന് വിറച്ചു.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വടിയുണ്ട് ആ മലയിൽ ഇങ്ങനെ കുത്തിയിട്ട് പറഞ്ഞു, ഉസ്ബുത് ഉഹദ്, ഇളകാതെ അവിടെ നിൽക്ക്. ഫമാ അലൈക ഇല്ലാ നബിയ്യുൻ വസിദ്ദീഖ് വശഹീദാൻ, നിന്റെ പുറത്തേക്ക് കയറുന്നത് അള്ളാഹുവിന്റെ ദൂതനും സിദ്ദീഖും 2 ശുഹദാക്കളുമാണ്. വളരെ സഹിയായ ഹദീസിൽ വന്നിട്ടുള്ളതാണത്. അങ്ങനെ വേറെയും സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് സൂചന നൽകിയിരുന്നു. എന്ത്? നിങ്ങൾ ഷഹീദായി കൊല്ലപ്പെടാൻ പോകുന്ന വ്യക്തിയാണ് എന്ന്. അബൂ മൂസൽ അശ്ശരിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ പറ്റും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. കുബായിൽ ബിർ അരീസ് എന്ന് പിൽക്കാലത്ത് പ്രസിദ്ധമായ ആ കിണറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തോട്ടത്തിൽ കയറി. ആ തോട്ടത്തിലുള്ള കിണറിൽ അതിനുള്ളിലേക്ക് കാലുകൾ തൂക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. എന്തോ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതാണ്. അല്പസമയത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് വന്നു. അപ്പോഴേക്ക് അബൂ മൂസൽ അശ്ശരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി, അന്ന് അദ്ദേഹത്തിന് ലീവാണ്, എന്നാൽ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖിദ്മത്ത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മസ്ജിദ് നബിയിൽ വന്ന് അന്വേഷിച്ചപ്പോൾ റസൂൽ അവിടെ ഇല്ല. ഈ കുബയിലേക്ക് പോയതാന്ന് കേട്ടപ്പോൾ അങ്ങോട്ട് ചെന്നു. അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തോട്ടത്തിലിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ പാറാവുകാരനായിട്ട് ഇന്ന് എന്റെ സേവനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. അങ്ങനെ അബൂബക്കർ വന്നപ്പോൾ റസൂലിന്റെ അടുത്ത് പോയിട്ട് പെർമിഷൻ ചോദിച്ചു. ഇത് അബൂബക്കർ സ്ഥിതിക്ക് വന്നിട്ടുണ്ട്, പ്രവേശിപ്പിക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിനോട് വരാൻ പറയൂ, അദ്ദേഹത്തിന് സ്വർഗമുണ്ടെന്ന കാര്യം സന്തോഷ വാർത്ത അറിയിച്ചോളൂ. അബൂബക്കർ സിദ്ദീഖ് കടന്നു വന്നു. അടുത്തത് വരുന്നത് ഉമർ ബിൻ ഖത്താബാണ്. അബൂ മൂസ പോയിട്ട് പെർമിഷൻ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന് അനുവാദം നൽകുക, അദ്ദേഹത്തിന് സ്വർഗമുള്ള കാര്യം സന്തോഷ വാർത്ത അറിയിക്കുക. മൂന്നാമതായി കടന്നു വരുന്നത് അവർ രണ്ടാളും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലതുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് ഇരുന്നു. കാല് ഈ കിണറ്റിലേക്ക്, ചെറിയ അതിലേക്ക് തൂക്കിക്കൊണ്ട് തന്നെ, പഴയ കാലത്തൊക്കെ ആളുകൾ ഇരിക്കാറുള്ളത് പോലെ. ഉമർ താനിക്ക് ഇരുന്നത് ഇടതുഭാഗത്താണ്. അപ്പോഴേക്ക് കിണർ തീർന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇരിക്കാൻ സ്ഥലമില്ല. അപ്പൊ അത്രയും ചെറിയ ഒരു കിണറായിരുന്നു അത്. ചെറിയ, വളരെ ഏതാനും അടി പിന്നെ വിസ്താരമുള്ള. മൂന്നാമതായി വരുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാനാണ്. അബൂ മൂസ റളിയല്ലാഹു അൻഹു പോയി അനുവാദം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദൻ ലഹു വബശ്ശിർഹു ബിൽ ജന്ന അലാ ബൽവൻ തുസീബുഹു, അദ്ദേഹത്തിനോട് സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കുക, അദ്ദേഹത്തിനെ പിടികൂടാൻ പോകുന്ന ഒരു മഹാപരീക്ഷണത്തിന് ശേഷം. അദ്ദേഹം ആ കാര്യം പറഞ്ഞപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇന്നാലില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാഹുൽ മുസ്തആൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് അഭയം തേടിക്കൊണ്ട് വന്നു. കിണറിനടുത്ത് വന്നപ്പോൾ കിണറിൽ ഇരിക്കാൻ സ്ഥലമില്ല. അദ്ദേഹം പുറത്തേക്ക് കാലിട്ടുകൊണ്ട് അവരോട് ചാരി അവിടെ ഇരുന്നു. പിൽക്കാലത്ത് സഹായിമാര് പറയാറുണ്ടായിരുന്നത്, ഇവരുടെ ഒരുമിച്ചുള്ള ഖബറിലെ കിടത്തവും അദ്ദേഹത്തിന്റെ പുറത്തേക്കുള്ള ആ വിശ്രമവുമാണ് ഞങ്ങൾ അതിൽ നിന്ന് വ്യാഖ്യാനിച്ചത് എന്നൊക്കെ പണ്ഡിതന്മാര് സഹായിമാര് തന്നെ പറയാറുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായി തന്നെ ചില റിപ്പോർട്ടിൽ കാണാൻ പറ്റും. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസ് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹത്തിന് റസൂൽ ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു ഒരു ഖിലാഫത്തിന്റെ വസ്ത്രം തയ്പ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ അത് അണിയിച്ചു കഴിഞ്ഞാൽ കപടവിശ്വാസികൾ നിങ്ങളെ അത് ഊരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾ ഊരാൻ പാടില്ല. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വളരെ പ്രയാസമുള്ള സമയത്തും ഖിലാഫത്ത് ഒഴിയാതെ അവസാനം അദ്ദേഹം കൊല്ലപ്പെടുന്നത് മദ്ലൂമായിക്കൊണ്ട്. ഒരാളും അദ്ദേഹത്തിന്റെ കാരണത്താൽ കൊല്ലപ്പെട്ടിട്ടില്ല. അദ്ദേഹം മദ്ലൂമായിരുന്നു. അകാരണമായി അദ്ദേഹത്തിന് അക്രമികൾ വധിക്കാനുണ്ടായത്. അതിലേക്കൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അല്പസ്വല്പമൊക്കെ ആ സമയങ്ങളിൽ നമുക്ക് വിശദീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായും സ്വഭാവപരമായും ഉണ്ടായിരുന്ന പ്രത്യേകതകൾ. അതോടൊപ്പം ജാഹിലിയ കാലത്ത് തന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ഗുണമേന്മയുള്ള ഉണ്ടായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനെ പ്രത്യേകം തെരഞ്ഞെടുത്തിരുന്നു. ഷൂറയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരുന്നു. അബൂബക്കറിനെയും ഉമറിനെയും പോലെ. ഉമറൊക്കെ പിന്നീടാണ് മുസ്ലിമായത്. അതിനു മുമ്പ് മുസ്ലിമായ വ്യക്തിയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അതുകൊണ്ട് തന്നെ അടുത്ത ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ റുഖിയ്യ ബിൻത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തു കൊടുത്തു. മക്കയിൽ അത് വലിയ പ്രസിദ്ധമായിരുന്നു ആ വിവാഹം. മാതൃകാ ദമ്പതികൾ. ഇപ്പൊ മത്സരമൊക്കെ ഉണ്ടാവാറില്ലേ, എന്തെങ്കിലുമൊക്കെ വറുത്തു കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ പാചകം ചെയ്തിട്ടൊക്കെ. ഏറ്റവും അത് അഭിനയമായിരിക്കും പലപ്പോഴും. ഏതായിരുന്നാലും ഇത് റിയാലിറ്റി ആയിരുന്നു. യഥാർത്ഥത്തിൽ തന്നെ മക്കയിലെ മോഡലുകളായിരുന്നു ആര്? മാതൃകാ യോഗ്യരായ ദമ്പതിമാരായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാനും റുഖിയ്യയും എന്ന് അവർക്കിടയിൽ പ്രസിദ്ധമായിരുന്നു. അവരുടെ വിവാഹവും അങ്ങനെയായിരുന്നു. അവർക്കിടയിൽ അങ്ങനെ ഒരു പേര് ചൊല്ലേനുണ്ടായിരുന്നു എന്നാണ്. ഉസ്മാന്റെയും റുഖിയ്യയുടെയും വിവാഹം പോലെ ഏറ്റവും സന്തോഷവും അതേപോലെ തന്നെ മാതൃകയുമായ വിവാഹ ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത് എന്നാണ്. ഉസാമ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാത്രത്തിൽ മാംസവുമായി അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അതല്ലെങ്കിൽ സെയ്ദ് ബിൻ ഹാരിത്ത ആയിരിക്കാം അന്ന്
പോയിട്ടുണ്ടാവുക. ഉസാമ ഒരു പക്ഷേ അന്ന് ജനിച്ചിട്ടുണ്ടാവില്ല. ഏതായിരുന്നാലും അതെ, അദ്ദേഹം ആ പാത്രവുമായി മരുമകന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മകളുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തുവിട്ട സമ്മാനമാണ്. അവിടെ എത്തിയപ്പോൾ അവർ രണ്ടുപേരും വീട്ടിലിരിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹം രണ്ടുപേരെയും മാറി മാറി നോക്കിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പിന്നെ ആ കാര്യം, അവർക്ക് ഭക്ഷണം കൊടുത്ത കാര്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നീ അവരെ രണ്ടുപേരെയും കണ്ടോ? അപ്പോ സെയ്ദ് പറഞ്ഞു, അതെ, ഞാൻ അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ചോദിച്ചു, എങ്ങനെയുണ്ട് അവരുടെ ഇരുത്തം? അവർ പറഞ്ഞു, ഞാൻ ഒരു ദമ്പതികൾ ആ രൂപത്തിലിരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം റുഖിയയെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ തല കഴുകി കൊടുക്കുകയാണ്. അന്നൊക്കെ കുളിക്കലൊക്കെ വീടിന്റെ അകത്താണ്, അങ്ങനെയുള്ള കുളിക്കലേ ഉള്ളൂ. നമ്മൾ സ്പ്രേ അടിക്കണവരുള്ള കുളിക്കലാണല്ലോ, വെള്ളമൊക്കെ എന്നുള്ള രൂപത്തിൽ പിന്നെ ഇല്ലാത്ത കാലമാണല്ലോ. അതുകൊണ്ട് തന്നെ തല വീട്ടിൽ വെച്ച് കഴുകി കൊടുക്കുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ അബൂ അബ്ദുള്ളയെ, അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ്, റുഖിയയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനിച്ച മകനായിരുന്നു അബ്ദുള്ള. ഹിജറയുടെ 4-ാം വർഷത്തിലാണ് അവർ മരണപ്പെടുന്നത് മദീനയിൽ വെച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിഷമുണ്ടാക്കിയ ഒരു മരണമായിരുന്നത്. അപ്പോൾ അബൂ അബ്ദുള്ളയെ നീ നന്നായി പിന്നെ ഖിദ്മത്ത് ചെയ്യുക, എന്നോട് ഏറ്റവും, എന്റെ സ്വഭാവത്തിനോട് ഏറ്റവും യോജിച്ച സ്വഭാവമുള്ള വ്യക്തിത്വമാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഉപദേശിച്ചതൊക്കെ നമ്മൾ കാണാൻ പറ്റും. ഏതായിരുന്നാലും റുഖിയ റളിയല്ലാഹു അൻഹ അവരോടുകൂടി വളരെ നല്ല രൂപത്തിൽ തന്നെയാണ് ജീവിച്ചത്. അവരിൽ മക്കളുണ്ടായി. എന്നാൽ ഹിജറയുടെ 2-ാം വർഷത്തിൽ ബദർ യുദ്ധത്തിന്റെ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ബദറിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ആ സമയത്താണ് റുഖിയ റളിയല്ലാഹു അൻഹയ്ക്ക് ഹസ്ബ എന്ന് പറയുന്ന ശരീരത്തിലുള്ള ഈ കുരുക്കൾ പൊട്ടുന്ന ചൊള്ളയോ അതല്ലെങ്കിൽ മണലി എന്നൊക്കെ നമ്മൾ പറയാറില്ല, ആ രൂപത്തിലുള്ള എന്തോ ഒരു അസുഖം പിടികൂടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പരിചരിക്കാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവിടെ നിർത്തുകയും ചെയ്തു. പരിചരിക്കേണ്ട തരത്തിൽ വഷളായ ഒരു അസുഖമാണ്, പ്രയാസമുള്ള ഒരു അസുഖമായതുകൊണ്ടാണ്. അതല്ലെങ്കിൽ എല്ലാവരും യുദ്ധത്തിന് പോകുമ്പോൾ മരുമകനെയും മകളെയും അവിടെ നിർത്തുക എന്നുള്ളതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുള്ളത്. അവരെ ഒരു പുരുഷൻ അടുത്തു നിന്ന് സഹായിക്കേണ്ട ഒരു ഘട്ടത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് എന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ നിർത്തിയിട്ടുള്ളത്. പിൽക്കാലത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തെറി പറയുന്ന ആൾക്കാർ പറയുന്നതാണ്, എന്ത്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ബദറിൽ പങ്കെടുത്തിട്ടില്ല. പങ്കെടുക്കാതിരിക്കാൻ കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടുപ്പം പറഞ്ഞുകൊണ്ടാണ് ഇത് പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ സേവിക്കാൻ വേണ്ടിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ തന്നെ നിൽക്കേണ്ടി വന്നത്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്ക് മരണപ്പെടുകയും ചെയ്തു. ആ അസുഖത്തിൽ തന്നെ വഫാത്താവുകയാണ് ചെയ്തത് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അവർക്ക് ജനിച്ച മകന്റെ പേരാണ് അബ്ദുള്ള. ആദ്യം ഉസ്മാൻ ബിൻ അഫ്ഫാൻ അറിയപ്പെട്ടിരുന്നത് അബൂ അംർ എന്ന പേരിലായിരുന്നു. ഉമ്മു അംർ ബിൻത് ജുൻദുബ് എന്ന് പറയുന്ന ഒരു ഭാര്യയാണ് ജാഹിലിയ കാലത്ത് ആദ്യമായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തത്. അദ്ദേഹത്തിന് ആകെ 9ഓളം വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നത്തൊക്കെ വിവാഹ രൂപങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ. ഏതായിരുന്നാലും അത് ഇന്നത്തെ സാഹചര്യം പോലെയല്ല, നമുക്കത് വിലയിരുത്തിയാൽ അത്ര മനസ്സിലായിക്കൊള്ളുന്നില്ല. അന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. ജാഹിലിയ കാലത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും ലളിതമായിരുന്നു അറബികൾക്കിടയിൽ, വളരെ അടുത്ത കാലം വരെ. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ തലാഖ് ഉണ്ടായിരുന്നു. അതിലേറെ എളുപ്പമായിട്ട് എന്തുണ്ടായിരുന്നു? പുനർവിവാഹം ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തലാഖ് കഴിഞ്ഞാൽ പിന്നെ അത് ആ സ്ത്രീ അല്ലാതെ ആയിപ്പോയ രൂപത്തിലാണ് പല ആളുകളും വിലയിരുത്താറുള്ളത്. അങ്ങനെയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1-ാമത്തെ ഭാര്യ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ, നമ്മളുടെ ഉമ്മ, അവര് ചരിത്രം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹത്തിന് മുമ്പ് 2 പ്രാവശ്യം വിവാഹം ചെയ്യപ്പെട്ട വനിതയായിരുന്നു അത്രേ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വിവാഹം ചെയ്ത ആളുകൾ, എത്രയോ ആളുകൾ വിവാഹം ചെയ്ത് മൊഴി ചൊല്ലപ്പെട്ട സ്ത്രീകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുള്ളത്, വിവാഹം ചെയ്തിരുന്നത്. അതുകൊണ്ട് അവർക്കിടയിലുള്ള ഒരു നിയമമായിരുന്നു, ഒരു സ്ത്രീയും ഭർത്താവില്ലാതെ സംരക്ഷിക്കാൻ ഒരു പുരുഷനില്ലാതെ ഉണ്ടാവാൻ പാടില്ല എന്ന സാമൂഹ്യ നിയമം. ഒരു സ്ത്രീ എപ്പോഴും ഒന്നുകിൽ പിതാവിന്റെ, അല്ലെങ്കിൽ സഹോദരന്റെ, അല്ലെങ്കിൽ ഭർത്താവിന്റെ, അതിലേറ്റവും അവർ കണ്ടിരുന്നത് ഭർത്താവിനെ തന്നെയാണ്. അതുകൊണ്ടാണ് പുനർവിവാഹം അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹയെ 4 സഹായിമാർ വിവാഹം ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ആ രൂപത്തിൽ അവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നതായിരുന്നു പുനർവിവാഹം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരുപാട് വിവാഹങ്ങളും ഇസ്ലാം വന്നുകൊണ്ട് അതിനെ നിജപ്പെടുത്തിയെന്ത്, 4 ഭാര്യമാരിൽ കൂടുതൽ ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. ഒരുമിച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനും എന്തുണ്ടായിട്ടില്ല, 4 ഭാര്യമാരുണ്ടായിട്ടില്ല. പല ആളുകളും മരിക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ മരണശേഷമാണ് മറ്റു വിവാഹങ്ങൾ
ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. രണ്ടുപേരെ ഒരുമിച്ചുള്ളതായിട്ടൊക്കെയാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്. ഏതായിരുന്നാലും ഉമ്മ അമ്ർ ബിൻത് ജുൻദുബിൽ അദ്ദേഹത്തിന് 3-4 മക്കളുണ്ടായിരുന്നു. അതിലെ ഏറ്റവും മുതിർന്നവനായിരുന്നു അമ്ർ എന്ന് പറയുന്നത്. അതിലേക്ക് ചേർത്തുകൊണ്ടാണ് അബു അമ്ർ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളിൽ റുഖിയയിൽ മകൻ അബ്ദുള്ള ഉണ്ടായപ്പോൾ പിന്നീടാണ് അബു അബ്ദുള്ള എന്ന പേര് സ്വീകരിച്ചത്. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് 8 വയസ്സാകുമ്പോഴേക്ക് മരണപ്പെട്ടു. അപ്പോൾ വീണ്ടും എന്ത് വിളിക്കാൻ തുടങ്ങി? അബു അമ്ർ തന്നെ വിളിക്കാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹത്തിന് ലൈല എന്ന് പറയുന്ന മകളുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും അബു ലൈല എന്ന് വിളിച്ചതായി ചരിത്രത്തിൽ കാണാൻ പറ്റും. റുഖിയ റളിയല്ലാഹു അൻഹയുടെ മുമ്പ് വിവാഹം ചെയ്ത ഈ ഉമ്മു അമ്ർ, അവരുടെ പേര് ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അബു അമ്ർ, ഉമ്മു അമ്ർ എന്ന പേരിലാണ്. ഉമ്മു കുൽസും, അവർക്കൊന്നും പേരുകൾ കൃത്യമായി ഒരുപക്ഷെ പേരുണ്ടായിട്ടുണ്ടാവില്ല. ആ കുനിയത്ത് തന്നെയായിരിക്കും അവരുടെ പേരുകൾ. ഏതായിരുന്നാലും അതിലുണ്ടായിരുന്ന മറ്റൊരു മകനായിരുന്നു അബാൻ. അമ്ർ, അബാൻ, അതേപോലെ തന്നെ മറിയം, ഉമർ എന്ന് തുടങ്ങിയ പേരുകളൊക്കെ അവരിലുണ്ടായിരുന്ന മക്കളാണ്. അതിലെ അബാൻ വളരെ വൈകിട്ട് ജനിച്ച കുട്ടിയാണ്, താബീകളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടില്ല. അബാൻ ബിൻ ഉസ്മാൻ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ എഴുതുമ്പോൾ ആദ്യം അദ്ദേഹത്തിന്റെ പേരാണ് വരിക. ഇതിന് കാരണം എന്താ? ചരിത്രകാരന്മാർ പേരെഴുതാറുള്ളത് തറാജുമുകൾ, പണ്ഡിത മുഹദ്ദിസുമാരുടെ റാവിമാരുടെയൊക്കെ പേര് എഴുതുന്ന ഗ്രന്ഥങ്ങളുണ്ടല്ലോ, പ്രത്യേകം പരാമർശിക്കുന്ന ഇൽമുർ റിജാലിന്റെ ഗ്രന്ഥങ്ങൾ, ഹദീസ് ഉദ്ധരിക്കുന്ന നിവേദകന്മാരുടെ പേര് പറയുന്ന ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് ആദ്യമാണ് പലപ്പോഴും വരിക. കാരണം എന്താ? ഉസ്മാനുബിന്റെ മകനായതുകൊണ്ടല്ല. അവർ ഈ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചിട്ടുള്ളത് ആൽഫബറ്റിക് ഓർഡറിലാണ്. അപ്പോൾ ആദ്യം അലിഫ്, പിന്നെ വീണ്ടും അലിഫാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരാണ് അബാൻ. ആബിൽ ലഹം എന്ന് പറയുന്ന സാഹിബിയുടെ പേരാണ് ആദ്യം ഉണ്ടാവാറുള്ളത് മിക്ക ഗ്രന്ഥങ്ങളിലും. അതല്ലെങ്കിൽ പലപ്പോഴും അബാൻ ഇബ്നു ഉസ്മാൻ. അബാൻ എന്ന് പറഞ്ഞ വേറെയും പേരുകളുണ്ടായിരുന്നു. അത് അമവികൾക്കിടയിൽ പ്രസിദ്ധമായ പേരാണ് അബാൻ എന്നുള്ളത്. ജാഹിലിയ കാലത്തിലും ആ പേരുള്ള ഒരുപാട് വല്ലിപ്പമാർ അവരുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ ഇസ്ലാമിലും ആ അമവികളിൽ പ്രസിദ്ധമായ പേരുകളിൽപ്പെട്ടതാണ് അബാൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഫുഖഹാക്കളിൽ പെട്ട ആളായിരുന്നു, താബീങ്ങളിൽ പെട്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ യഹ്യ ബിൻ സഈദ് അൽ ഖത്താൻ, അദ്ദേഹം വലിയ ഹദീസ് നിരൂപകനാണ്. അദ്ദേഹം പറയാറുണ്ടായിരുന്നത് ഫുഖഹാഉൽ മദീനത്തി അശറ, മദീനയിലെ പണ്ഡിതന്മാര് 7 പേര് പ്രസിദ്ധരാണ്. അദ്ദേഹം അബാൻ ബിൻ ഉസ്മാനെ കൂടെ കണ്ടിക്കൊണ്ടാണ് അവർ 10 പേരുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു. ആ രൂപത്തിലുള്ള പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ഉസ്മാൻ. ബാക്കി അദ്ദേഹത്തിന്റെ ഭാര്യമാരുടെയും മക്കളുടെയും വിശദമായ ചരിത്രം നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ പറയുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ചരിത്രം പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഇതിന്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാനും അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും വേണ്ടിയാണ്. അതേപോലെ തന്നെ ഈ ദീനിനെ നമ്മൾക്ക് എത്തിച്ചു തന്ന നമ്മളുടെ നേതാക്കളെ സംബന്ധിച്ചുള്ള യഥാർത്ഥ രൂപം മനസ്സിലാക്കുകയും അത് നമ്മളുടെ ഈമാനുള്ള വർധന കൂടിയാണ്, അല്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള കുപ്രചാരണങ്ങൾ, അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുവാനും ഒക്കെ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.